നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്കും PSG-ക്കും അതിനിർണായകമായ പോരാട്ടമാണ്. കാലിടറിപ്പോയാൽ പണി പാളും, അത്തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 PSG-യുടെ മൈതാനമായ പാർക്ക് ഡെസ് പ്രിൻസസിലാണ് PSG വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം നടക്കുക. നിലവിൽ നോക്കുക, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോയിൻ്റ് പട്ടികയിൽ 24-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി. 6 കളികളിൽ നിന്ന് 2 കളികൾ അവർ വിജയിച്ചത്, 2 സമനിലകൾ, 2 തോൽവികൾ, 8 പോയിൻ്റ്. PSG-ക്കാവട്ടെ 26-ാമത് ആണ് സ്ഥാനമുള്ളത്. 6 കളികളിൽ നിന്ന് 2 വിജയം, 1 സമനില, 3 തോൽവി, 7 പോയിൻ്റ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ 24-ാം സ്ഥാനമെങ്കിലും ലഭിച്ചില്ലെങ്കിൽ പുറത്തേക്കാണ് പോവേണ്ടത്. ഇന്നത്തെ കളി ഏതെങ്കിലും ഒരു ടീം തോറ്റാൽ പിന്നെ ഒരേ ഒരു മത്സരമേ ലീഗ് ഘട്ടത്തിൽ ബാക്കിയുള്ളൂ. എങ്ങനെയെങ്കിലും റൗണ്ട് ഓഫ് 16-നുള്ള പ്ലേ ഓഫെങ്കിലും പിടിക്കുക എന്നുള്ളത് പിന്നീട് അവർക്ക് ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളി അതിനിർണായകമാണ്, അതിപ്രധാനമാണ്. മത്സരത്തിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ PSG-യുടെ താരം ഒസ്മാൻ ഡെംബലെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വിജയിച്ചേ പറ്റൂ. എന്താണോ കോച്ച് ഞങ്ങളോട് പറയുന്നത് കളിക്കളത്തിൽ ചെയ്യാൻ, അത് ഞങ്ങൾ ചെയ്യും, എന്നിട്ട് ഞങ്ങൾക്ക് വിജയിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു, ഈ കളിയിലേക്ക് വരുമ്പോൾ ഇത് നിർണായക പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പ്രഷറൊന്നുമില്ല. ഹക്കീമിക്കൊരു ചെറിയ പ്രോബ്ലം, എന്തായാലും മാർക്കിന്യോസ് തിരികെ വരികയാണ്. ഞങ്ങൾ ഈ മത്സരത്തിന് വേണ്ടി സാധാരണ പോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. വളരെ ശാന്തരാണ്, കാമാണ്. എന്നാലും കോച്ച് എന്തു പറയുന്നു, ഈ മത്സരം വിജയിക്കാൻ വേണ്ടി എന്താണോ കോച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വരിക, അത് കളിക്കളത്തിൽ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഒസ്മാൻ ഡെംബലെ പറയുന്നത്. എന്തായാലും കളിക്കളത്തിലെ 2 മുൻ ബാഴ്സ കോച്ചുമാർ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ്. പെപ് ഗാർഡിയോള വേഴ്സസ് ലൂയിസ് എൻറിക്കെ. എന്ത് സംഭവിക്കും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.